പരിശുദ്ധാത്മാവ് ഒരാളെ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ലെവല് മാറും. കാരണം ഇവനെ നടത്തുന്നത് ആരാ? ദൈവത്തിന്റെ ആത്മാവ്. ദൈവാത്മാവ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കാറ്റോ ആവിയോ വല്ലോ അല്ല, ദൈവമാവനെ നടത്തുന്നത്. ഇവൻ നടക്കുമ്പോൾ കൂടെ ആര് നടക്കുന്നു? ഇവനും ആരൂടാ നടക്കുന്നത്? ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ തോന്നിവാസമുള്ള ജീവിതമല്ല. ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ ജയത്തിൻ്റെ ജീവിതമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ ജീവിതത്തിൽ വല്ലതുമൊക്കെ ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം വരും. പക്ഷെ നീ ഒറ്റപ്പെടുമ്പോൾ നീ വിചാരിച്ചോളാം, ഞാൻ ഒറ്റപ്പെടുകയല്ല, സ്വർഗം എൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുക. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ അവളോട് കൃത്യമായി ഇടപെടും. അതാണ് ദൈവാത്മാവ് എന്ന് പറയുന്നത്. ഞാൻ ചിലതിനെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് കൃത്യമായി ഇടപെടും. കൃത്യമായി ഇടപെടണമെങ്കിൽ നിന്നെ വശീകരിച്ച് കൊണ്ടുപോകണം. കൃത്യമായി ഇടപെടണമെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തണം. ഒരു വ്യക്തി ആത്മാവുമായിട്ട് അവൻ ഇടപെട്ട് ജീവിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവന്റെ ലൈഫ് ചേഞ്ചിങ്.